സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ സ്വർഗവാതിൽ പക്ഷി, അധ്യായം 7. ഡെയ്സി ഒരു മോഹനിദ്രയിൽ എന്ന വണ്ണം അനങ്ങാതെ കിടന്നു. തൻ്റെ ശരീരത്തിൽ ഓരോ അണുവും തൻ്റെ കാമുകൻ്റെ ചുണ്ടുകളാൽ ആരാധിക്കപ്പെടുന്നതിൻ്റെ സുഖകരവും ഊഷ്മളവുമായ അനുഭൂതിയിലായിരുന്നു അവൾ. ബെഡിൽ എഴുന്നേറ്റിരുന്നിട്ട് അവൾ കെഞ്ചി, "വേണ്ട ജോണിച്ച, പ്ലീസ്, ഇത്രയും മതി. നമുക്ക് ഒരാദ്യ രാത്രി വേണം. അത് കല്യാണം കഴിഞ്ഞായിരിക്കണം. എനിക്കന്ന് ഒരു കന്യകയായി എൻ്റെ മണവാളൻ്റെ മുന്നിൽ നിൽക്കണം. എൻ്റെ ഏറ്റവും വലിയ ആശയ അത് തകർക്കരുത്." അവൾ ബലമായി അവൻ്റെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് പറഞ്ഞു. "ഞാനല്ലേടി പെണ്ണേ ആ മണവാളൻ?" അയാൾ കിതച്ചുകൊണ്ട് ചോദിച്ചു. "നിശ്ചയമായും എനിക്കുള്ളതല്ലേ നിൻ്റെ ഈ ശരീരം?" "എന്നായാലും അതെ. മനസ്സിൽ എത്രയോ മുമ്പേ നമ്മുടെ കല്യാണം കഴിഞ്ഞു. ഇത് നമ്മുടെ ആദ്യ രാത്രിയായിട്ട് കരുതിക്കൂടെ? ഞാൻ കാണേണ്ടതും അനുഭവിക്കേണ്ടതുമല്ലേ ഇതെല്ലാം? നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞു നടത്തുന്ന വിവാഹത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിനു മുമ്പ് നടത്തുന്ന ശാരീരിക ബന്ധം വ്യഭിചാരമാണ്. മോളെ, ഞാൻ എത്ര വർഷമായിട്ട് കാത്തിരിക്കുന്നു നിനക്ക് വേണ്ടിയിട്ട്. ഈ ഒരു രാത്രിയെങ്കിലും എനിക്ക് അനുവദിച്ചുകൂടെ? ഒരൊറ്റ രാത്രി മാത്രം. വിലക്കപ്പെട്ട കനിയല്ലേ ജോണിച്ച ഇത്? ഒരിക്കൽ ഭക്ഷിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഭക്ഷിക്കണമെന്ന് തോന്നും. പിന്നെ ഈ ഒരു രാത്രിയും 9 രാത്രിയും തമ്മിൽ ഒരു വ്യത്യാസവും കാണുകയില്ല. നിനക്കെന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ?" "ഇല്ലട കുട്ട." അവൾ വാത്സല്യപൂർവ്വം അവൻ്റെ മുഖം പിടിച്ച് തൻ്റെ മുഖത്തോട് ചേർത്തു. അവൻ്റെ ചുണ്ടുകളിൽ തുരുതുരാ ഉമ്മ വെച്ചു. "എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ഒരു രാത്രി ഇവിടെ തങ്ങിയത്." "പിന്നെന്താ നിന്റെ പേടി? ഗർഭിണിയാകുമെന്നാണോ?" "അതുമല്ല. ഒന്നാമത് പാപബോധം, രണ്ടാമത് ഒരു പെണ്ണിൻ്റെ ചാരിത്രശുദ്ധിയെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം." ജോണിച്ചനൊന്നും മിണ്ടാതെ തിരിഞ്ഞു കിടന്നു. അനിഷ്ടത്തോടെയാണെന്ന് ഡെയ്സിക്ക് മനസ്സിലായി. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൾ ചോദിച്ചു, "ഉറങ്ങിയോ?" മറുപടിയില്ല. ഉറങ്ങിയിട്ടില്ലെന്ന് വ്യക്തമായിരുന്നു. "ജോണിച്ച." പ്രതികരണമില്ല. "എന്നോട് പിണങ്ങിയോ?" "ഓ, ഞാൻ പിണങ്ങിയാൽ നിനക്കെന്താ? നിനക്ക് നിന്റെ വിശ്വാസങ്ങൾ, നിന്റെ സ്വന്തം സങ്കല്പങ്ങൾ, നിന്റെ സ്വന്തം താല്പര്യങ്ങൾ. ഞാൻ ആരുമല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞോ?" പറയാതെ മനസ്സിലായി. നിന്റെ മുമ്പിൽ ഞാനിപ്പോൾ ഒരു വഷളനുമായി. നിന്റെ ചാരിത്രം നശിപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയ കള്ളക്കാമുകൻ. നിന്നെ ചതിക്കാൻ വേണ്ടി ഹോട്ടലിൽ കൊണ്ടുവന്ന് പാർപ്പിച്ച നീചൻ. ഇല്ല, ജോണിച്ചനെ കുറിച്ച് ഞാനങ്ങനെ ഒരിക്കലും കരുതുകയില്ല. ജോണിച്ചന് എന്നോടുള്ള സ്നേഹാധിക്യവും അത് സൃഷ്ടിക്കുന്ന വികാരാവേശവും എനിക്ക് മനസ്സിലാകും. ജോണിച്ചനൊരു ചീത്ത മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചിട്ടേയില്ല." അവൾ അയാളോട് ചേർന്ന് കിടന്നു. തൻ്റെ ശിരസ് അയാളുടെ കൈത്തണ്ടയിൽ അർപ്പിച്ചു. അങ്ങനെ കിടന്ന് അവൾ മയങ്ങി. പിറ്റേന്ന് കാലത്ത് തന്നെ രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു. ജംഗ്ഷനിൽ ബസ് ഇറങ്ങിയ ശേഷം അവരവരുടെ വഴിക്ക് പിരിഞ്ഞു. തിരിച്ചു പോകുന്നതിന് മുമ്പ് കാണണം, ഡെയ്സി പറഞ്ഞു. അയാൾ ഉദാസീനമായി മൂളി. "പിണക്കം മാറിയില്ലേ?" മാറിയെന്ന് പറ, എന്നിട്ട് പോയാൽ മതി." "എനിക്ക് നിന്നോട് പിണക്കമൊന്നുമില്ല. പിന്നെ മുഖമെന്താ വല്ലാതെ?" "എനിക്ക് എന്നോട് തന്നെ ഒരുതരം അവജ്ഞ." "അതെല്ലാം മറന്നുകള ജോണിച്ച." ജോണിച്ചിൻ്റെയും ഡെയ്സിയുടെയും വീടുകൾ തമ്മിൽ വെളിപ്പാടകലമേ ഉള്ളൂ. കൊച്ചുനാൾ മുതൽ കളിച്ചു വളർന്നവരാണ്. അങ്ങനെ ഉറവെടുത്ത സ്നേഹമായിരുന്നു. ഡെയ്സി വീട്ടിലെത്തി. കുടുംബാംഗങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ അവളെ എതിരേറ്റു. ഓരോ തവണ വീട്ടിൽ ചെല്ലുമ്പോഴും വിശിഷ്ടയായ ഒരു അതിഥി വരുന്നതിൻ്റെ സന്തോഷമാണവർക്ക്. കാരണം അവളാണ് ആ വീടിൻ്റെ അത്താണി. അവളെ ചുറ്റിപ്പറ്റിയാണ് 6-7 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾ നിലനിൽക്കുന്നത്. കുടുംബത്തിൽ മൂത്തവളായതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ അവൾക്കാണ്. 2 അനുജത്തിമാരാണ് അവൾക്ക് താഴെയുള്ളത്. രണ്ടാമത്തവൾ റോസി കന്യാസ്ത്രീയാകാൻ പോയി. ഫ്രാൻസ് കേന്ദ്രമാക്കി നടത്തുന്ന ഒരു സന്യാസിനി സഭയാണ് അവളെ ഏറ്റെടുത്തത്. പഠിക്കാൻ മിടുക്കിയായിരുന്നു റോസി. പ്രീ ഡിഗ്രിയോടെ അവളുടെ പഠിത്തം നിർത്തേണ്ടി വന്നു. തുടർന്ന് പഠിപ്പിക്കാനുള്ള ശേഷിയില്ല. റോസിക്കാണെങ്കിൽ പഠിക്കാൻ ഒടുങ്ങാത്ത ആഗ്രഹം. ഒറ്റ വഴിയേ അവൾക്കുള്ളൂ, കോൺവെൻറ്റിൽ ചേരുക. ആഗ്രഹിക്കുന്നിടത്തോളം അവർ പഠിപ്പിക്കും. ഒടുവിൽ കന്യാസ്ത്രീയാകണമെന്ന് മാത്രം. വീട്ടിൽ നിന്നാൽ പഠിക്കാനൊക്കില്ല. സ്ത്രീധനം കൊടുക്കാനില്ലാത്തതിനാൽ നല്ലൊരു വിവാഹ ജീവിതവും ലഭ്യമല്ല. തമ്മിൽ ഭേദം കന്യാസ്ത്രീ വ്രതം തന്നെയാണെന്ന് റോസി തീരുമാനിച്ചു. അവളിപ്പോൾ BSc ഫൈനൽ ഇയറിന് പഠിക്കുകയാണ്.
പോണ്ടിച്ചേരിയിൽ കോൺവെന്റ് ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് അവരുടെ ചെലവിൽ. റോസിയുടെ ഇളയത് തങ്കച്ചനാണ്. അവൻ പ്രീ ഡിഗ്രി കൊണ്ട് പഠിത്തം അവസാനിപ്പിച്ചു. തൊഴിലന്വേഷിച്ച് നടക്കുകയാണ്. തങ്കച്ചൻ്റെ ഇളയത് റാണി. അവൾ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നു. റാണിയുടെ ഇളയവരായ ബെന്നിയും സുബിനും ഹൈസ്കൂളിൽ യഥാക്രമം 9ാം സ്റ്റാൻഡേർഡിലും 6ാം സ്റ്റാൻഡേർഡിലും പഠിക്കുന്നു. ഡെയ്സി ചെന്നയുടനെ സുബിൻ അവളുടെ ബാഗ് പിടിച്ചു വാങ്ങി. അതിൽ തപ്പിത്തിരഞ്ഞു. ഇന്ന് മുട്ടായിയും ബിസ്ക്കറ്റും ഒന്നുമില്ലേ ചേച്ചി? അവൻ നിരാശയോടെ ചോദിച്ചു. ഇന്നത് വാങ്ങാനുള്ള നേരം കിട്ടിയില്ല മോനെ, അവൾ പറഞ്ഞു. കുശലം ചോദിക്കലൊക്കെ വേഗം നിർത്തിയിട്ട് ഡെയ്സി വീട്ടിനകത്ത് കയറി ഡ്രസ് മാറി. കൊച്ചു വീടാണത്. മൺഭിത്തികളുള്ള ഓലമേഞ്ഞ വീട്. ചാണകം മെഴുകിയ തറ. ഭിത്തികളിൽ ദൈവങ്ങളുടെയും സിനിമാ നടന്മാരുടെയും കലണ്ടറുകൾ. അമ്മ ഡെയ്സിക്ക് കാപ്പി കൊടുത്തു. അത് കഴിച്ച ശേഷം അവൾ മുറിയിൽ ചെന്നിരുന്നപ്പോൾ ഓരോരുത്തർ പരിഭവങ്ങളുമായി അവളെ സമീപിച്ചു. തങ്കച്ചന് ഡ്രൈവിംഗ് പഠിക്കാൻ കാശ് കൊടുക്കണം. ബെന്നിക്ക് ഇൻസ്ട്രുമെൻ്റ് ബോക്സ് വാങ്ങണം. അവൻ്റെ ഒരേ ഒരു ഷർട്ട് പിഞ്ചി തുടങ്ങിയിരിക്കുന്നു. ഒരു ഷർട്ട് തയ്പ്പിക്കണം. സുബിന് 200 പേജിൻ്റെ ഒരു നോട്ട് ബുക്ക് മതി തൽക്കാലം. ഈയിടെയായി സഞ്ചയികയിൽ ഒന്നും നിക്ഷേപിക്കാറില്ല. അതിന് വല്ലതും കൊടുക്കണം. അമ്മയുടെ നേരിയതിൻ്റെ കസവ് വെളുത്തു. കവണിയുടെ നിറം കിട്ടു. നേരിയതില്ലെങ്കിൽ വേണ്ട, ഒരു കവണി വാങ്ങി കൊടുക്കണം. അപ്പനൊരു പുതിയ കുട വേണം. വളരെ പഴക്കം ചെന്ന ഒരു കാലൻ കുടയുണ്ടായിരുന്നത് നന്നാക്കിയാലും കൊള്ളില്ല. കീറി തയ്ച്ച നരച്ച ശീലയും തുരുമ്പിച്ച കമ്പികളുമായി ഇത്രയും കാലം നടന്നു. റാണിക്ക് ഹാഫ് സാരി ഉടുക്കാൻ മോഹം. അവൾക്ക് പൗഡറില്ല, ക്യൂടെക്സ് ഇല്ല, നല്ലൊരു വള്ളിച്ചെരുപ്പ് പോലുമില്ല. ഡെയ്സിക്ക് കാത് കൊത്താൻ തോന്നി. ഇതിനെല്ലാം പുറമെയാണ് നിത്യച്ചെലവിനുള്ള പണമുണ്ടാക്കേണ്ടത്. പക്ഷേ കാത് കൊത്തിയിട്ട് കാര്യമില്ല. എല്ലാം തൻ്റെ ശമ്പളത്തിൽ നിന്നും ഉണ്ടായേ പറ്റൂ. അവർക്ക് പരാതിയും ആവശ്യങ്ങളും ഉന്നയിക്കാൻ താൻ മാത്രമേയുള്ളൂ. തന്നിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് അവർ ജീവിക്കുന്നത്. എല്ലാത്തിനും ഡെയ്സി മൂളി. അത്യാവശ്യം വേണ്ടവയുടെ ഒരു ലിസ്റ്റ് അവൾ തയ്യാറാക്കി. അത്യാവശ്യമില്ലെന്ന് തോന്നിയവ തള്ളിക്കളഞ്ഞു. അക്കൂട്ടത്തിൽ അപ്പൻ്റെ കുടയും റാണിയുടെ ധാവണിയും തങ്കച്ചൻ്റെ ഡ്രൈവിംഗ് പഠനവുമെല്ലാം ഉൾപ്പെട്ടുപോയി. അവരെല്ലാം അതിൽ പരാതി പറയുകയും ചെയ്തു. അല്ലെങ്കിലും ചേച്ചിക്ക് എന്നെ കണ്ടുകൂടാ, ഞാൻ എന്താവശ്യപ്പെട്ടാലും അത് തള്ളിക്കളയും, തങ്കച്ചൻ പരിഭവിച്ചു. ശമ്പളം ഞാൻ നിങ്ങളെ ആരെയെങ്കിലും ഏൽപ്പിക്കാം, ഇഷ്ടം പോലെ കൈകാര്യം ചെയ്തോ, അതുപോലെ ഡെയ്സി ചോദിച്ചു. ഓരോരുത്തർ മുറിവിട്ടിറങ്ങി. ഒടുവിൽ അമ്മ മാത്രം ശേഷിച്ചു. അമ്മ അവളുടെ അടുക്കൽ വന്നിരുന്ന് രഹസ്യമെന്നോണം പറഞ്ഞു തുടങ്ങി. ആ റാണിയെ നീ വിളിച്ചൊന്ന് ഉപദേശിക്കണം. തങ്കച്ചൻ ഒരു ദിവസം അവളുടെ പുസ്തകത്തിൽ നിന്ന് ഒരു കത്ത് കണ്ടുപിടിച്ചു. കത്തോ? ആ, ആരാണ്ട് ചെറുക്കന്മാരെഴുതിയ പ്രേമലേഖനം. നീ അവളെ കണ്ടമാനം വഴക്ക് പറയുകയൊന്നും വേണ്ട, നയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കണം. എന്നിട്ട് അപ്പനോ അമ്മയോ ഒന്നും ചോദിച്ചില്ലേ? ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങളെ തിന്നാൻ വന്നു. റാണി, ഡെയ്സി തെല്ലുറക്കെ വിളിച്ചു. എന്തോ? തിണ്ണയിൽ നിന്ന് മറുപടി. ഇവിടെ വാ. അമ്മ പതുക്കെ മുറിയിൽ നിന്ന് പിൻവാങ്ങി. റാണി കയറി ചെന്നു. അവളുടെ മുഖം താണിരുന്നു. ആകെ ഒരു അങ്കലാപ്പും പേടിയും. അമ്മ സത്യാവസ്ഥ വെളിപ്പെടുത്തിയെന്ന് അവൾക്ക് മനസ്സിലായി. ഇനി രക്ഷയില്ല. നീ ആർക്കെങ്കിലും പ്രേമലേഖനം എഴുതിയോടി? ഡെയ്സി ചോദിച്ചു. ഞാൻ എഴുതിയില്ല. നീ ആരോടെങ്കിലും മേടിച്ചോ? എൻ്റെ നോട്ട് ബുക്കിൽ ഒരു ചെറുക്കൻ തിരുക്കി വെച്ചിട്ട് പോയതാ ആ ഒരു എഴുത്ത്. ആരാണെന്ന് നിനക്കറിയില്ലേ? അറിയാം. എന്നിട്ട് നീ പ്രിൻസിപ്പലിനോട് പരാതിപ്പെട്ടില്ലേ? ഇല്ല. അതെന്താ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ പിന്നെ മറിച്ചും ഒരെണ്ണം എഴുതി കൊടുക്കാൻ മേലായിരുന്നോടി, ഇഷ്ടമാണെന്നും പറഞ്ഞ്. എന്നിട്ട് രണ്ടും കൂടി സിനിമയ്ക്കോ നാടകത്തിനോ ഒക്കെ പോകരുതായിരുന്നോടി? റാണി തലകുനിച്ച് നിൽപ്പാണ്. ആ കത്ത് നീ എന്തിനാ സൂക്ഷിച്ചു വെച്ചത്? കീറിക്കളയാനുള്ളതിന്. റാണി ഒന്നും മിണ്ടിയില്ല. നീ അവന് മറുപടി കൊടുത്തോടി? ഇല്ല. അവനോട് നിനക്ക് പ്രേമമുണ്ടോ? ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ അന്ന് ഞാൻ നിന്റെ പഠിപ്പ് നിർത്തും. ബാക്കിയുള്ളവരെ കഷ്ടപ്പെട്ട് എങ്ങനെ കുടുംബത്തെ കരകയറ്റേണ്ടതെന്ന് ആലോചിച്ച് വിഷമിക്കുന്നു. അന്നേരം അവൾ പ്രേമിക്കാൻ പോണു. റാണി കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. രാത്രി എല്ലാവരും ഉറക്കം പിടിച്ചു കഴിഞ്ഞു. റാണി മാത്രം ഉറങ്ങിയിട്ടില്ല. ഇടുങ്ങിയ ചായ്പ് മുറിയിലാണ് അവളുടെ കിടപ്പ്. തറയിൽ വിരിച്ച പായിൽ മേൽ കുറച്ചപ്പുറം സുബിനും ബെന്നിയും കിടന്നുറങ്ങുന്നു. സിബിച്ചൻ ഇന്ന് വരുമോ? റാണി ആലോചിച്ചു. വരരുതെന്ന് 100 വട്ടം പറഞ്ഞതാണ്. രാത്രി 12 മണിക്ക് തീർച്ചയായും വരുമെന്നും വന്നു വിളിക്കുമ്പോൾ ഇറങ്ങിച്ചെല്ലണമെന്നും പറഞ്ഞിരിക്കുകയാണ്. ചേച്ചി ഉള്ളതുകൊണ്ട് കൂടുതൽ പേടി.
അക്കരക്കുന്നിലെ ഫിലിപ്പോസ് മുതലാളിയുടെ മകനാണ് സിബിച്ചൻ. ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നു. കാണാൻ സുന്ദരൻ. അവൻ എഴുതിയ കത്താണ് വീട്ടുകാർ പിടിച്ചത്. കുറേ മാസങ്ങളായി ഈ ബന്ധം തുടങ്ങിയിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമലേഖനങ്ങൾ കൈമാറാറുണ്ട്. അവൻ സ്നേഹമുള്ളവനാണ്, ആത്മാർത്ഥതയുള്ളവനാണ്. തന്നെ കല്യാണം കഴിച്ചു കൊള്ളാമെന്ന് വാക്ക് തന്നിരിക്കുന്നു. അവൻ്റെ കഥകൾ വായിക്കുമ്പോൾ, അവൻ്റെ കള്ളനോട്ടവും കള്ളപ്പുഞ്ചിരിയും കാണുമ്പോൾ, അവൻ്റെ മധുരഭാഷണം കേൾക്കുമ്പോൾ ഒരു സ്വർഗീയ അനുഭൂതി തന്നെ വലയം ചെയ്യുന്നതായി അനുഭവപ്പെടാറുണ്ട്. അവൻ്റെ വാക്കിലും നോക്കിലും പെരുമാറ്റത്തിലും എല്ലാം തന്നോടുള്ള സ്നേഹമാണ് തുടിച്ചു നിൽക്കുന്നത്. ഇന്ന് ചേച്ചി വന്നിട്ടുണ്ടെന്നുള്ള വിവരം അവനറിയില്ല. ആദ്യമായിട്ടാണ് രാത്രിയിൽ അവൻ കാണാൻ വരുന്നത്. റാണി കാതോർത്ത് കിടന്നു. 12 മണിയായപ്പോൾ വാതിലിനടുത്ത് ടിക് ടിക് ശബ്ദം കേട്ടു. അതാണ് സിഗ്നൽ. അവൾ എഴുന്നേറ്റ് ചുറ്റും നോക്കി. ബെന്നിയും സുബിനും നല്ല ഉറക്കം. അവൾ ശബ്ദമുണ്ടാക്കാതെ കതക് തുറന്ന് വെളിയിലിറങ്ങി. മേലാകെ വിറയ്ക്കുന്നു, തളരുന്നു. അരണ്ട നിലാവെളിച്ചത്തിൽ സിബിച്ച് നിൽക്കുന്നത് അവൾ കണ്ടു. അവൾ അടുത്തേക്ക് മന്ദം നടന്നു ചെന്നു. അധ്യായം 8. സിബിച്ചൻ്റെ കരവലയത്തിൽ റാണിയുടെ പൂ പോലെയുള്ള മേനി അമർന്നു ജരിഞ്ഞു. എന്തൊരാവേശം, എന്തൊരു ശക്തി! റാണി ആശ്ചര്യപ്പെട്ടു. എന്ത് ഭ്രാന്താ സിബിച്ച ഇത്? എനിക്ക് ശ്വാസം മുട്ടിപ്പോയല്ലോ. എനിക്ക് നിന്നെ മുഴുവനോടെ കടിച്ചു തിന്നാനാ തോന്നുന്നത്. ചേച്ചി വന്നിട്ടുണ്ട്. ഇന്നോ? ആ, കത്തിൻ്റെ കാര്യം അറിഞ്ഞോ? അമ്മച്ചി പറഞ്ഞു. എന്നിട്ട്? ചേച്ചി എന്നെ വിളിച്ച് കുറേ വഴക്ക് പറഞ്ഞു. മേലിൽ ഇങ്ങനെ എങ്ങാനും കേട്ടാൽ പഠിപ്പ് നിർത്തുമെന്നും പറഞ്ഞു. പോയി പണി നോക്കാൻ പറയാൻ മേലായിരുന്നോ ചേച്ചിയോടോ? ചേച്ചി എന്താ വിഴുങ്ങുമോ? പോ സിബിച്ച അവിടുന്ന്. സിബിച്ചനെ എൻ്റെ ചേച്ചിയെ അറിയാഞ്ഞിട്ടാ. പാവം, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നറിയാമോ? സിബിച്ചനൊന്നും മിണ്ടിയില്ല. പെട്ടെന്ന് വീട്ടിൽ നിന്നും തുടർച്ചയായി ചുമ കേട്ടു. അപ്പൻ ചുമയ്ക്കുകയാണ്. റാണി ഞെട്ടി മാറാൻ ഭാവിച്ചപ്പോൾ സിബിച്ചൻ പറഞ്ഞു, അവിടെ നിൽക്കു പെണ്ണേ. അയ്യോ, ചേച്ചിയൊക്കെ എഴുന്നേറ്റെന്ന് തോന്നുന്നു. വിളക്ക് തെളിഞ്ഞല്ലോ. അവൾ അവൻ്റെ പിടിയിൽ നിന്ന് കുതറി മാറി. സിബിച്ച, ഞാൻ പോട്ടെ. ചേച്ചി എങ്ങാനും അറിഞ്ഞാൽ എന്നെ കൊല്ലും. സിബിച്ചൻ കഠിനമായ അമർഷത്തോടെ കൈ ചുരുട്ടി നിലത്താഞ്ഞടിച്ചു. റാണി വീടിനുള്ളിലേക്ക് ശബ്ദമുണ്ടാക്കാതെ കയറിപ്പോയി. ചായ്പിനുള്ളിൽ കടന്നയുടനെ വാതിൽ ചാരി. ഭാഗ്യം, ആരും അറിഞ്ഞിട്ടില്ല. ബെന്നിയും സുബിനും നല്ല ഉറക്കം. അവൾ പായിന്മേലേക്ക് കിടന്നു. കിതപ്പിൽ അവളുടെ നെഞ്ച് ഉയർന്നു താണും കൊണ്ടിരുന്നു. സിബിച്ചൻ ചിക്കി ചികിഞ്ഞ് താറുമാറാക്കിയ മുടി അവൾ മാടിയൊതുക്കി. ഓർത്തപ്പോൾ തന്നെ അവൾക്ക് നാണമായി. ചിറകുകൾ പൊട്ടിമുളച്ചു എന്ന് തോന്നിയിരുന്നു. അവൻ തന്നെ കീഴടക്കിയായിരുന്നു. താൻ അവന് വഴങ്ങിപ്പോകുമായിരുന്നു. ദൈവം തുണച്ചു. ഇല്ലെങ്കിൽ തൻ്റെ കന്യകാത്വം ഇന്ന് രാത്രി നഷ്ടപ്പെടുമായിരുന്നു. വീണ്ടും വീണ്ടും ഈ തെറ്റ് ആവർത്തിക്കപ്പെടുമായിരുന്നു. ഒന്നും സംഭവിക്കാത്തത് നന്നായി. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരഭിനിവേശം കത്തി നിൽക്കുന്നു. ചേച്ചിയും അമ്മയും ഉണർന്നെന്ന് തോന്നുന്നു. അപ്പുറത്തെ മുറിയിൽ നിന്ന് സംഭാഷണം. അപ്പൻ്റെ ചുമ കുറഞ്ഞിരിക്കുന്നു. ഈ മരുന്നങ്ങ് കഴിച്ചു, ഇനി ചുമയ്ക്കുകയില്ല, ചേച്ചി പറയുന്നു. പിന്നെ ചുമ കേട്ടില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ വിളക്കണഞ്ഞു. ബസ് മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു. വഴിയോര കാഴ്ചകൾ പിന്നോട്ടും. സൈഡ് സീറ്റിൽ ഡെയ്സി ചിന്താമോഹിയായിരുന്നു. വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് മടങ്ങുകയാണ്. എന്തുകൊണ്ടോ അവളുടെ മനസ്സ് ആശങ്കാഭരിതമായിരുന്നു. തൻ്റെ കുടുംബത്തെ കരകയറ്റാൻ തനിക്കൊരിക്കലും കഴിയുകയില്ലെന്ന് അവൾക്ക് തോന്നി. പുതിയ പ്രശ്നങ്ങൾ ഓരോന്നായി നാമ്പെടുക്കുകയാണ്. അപ്പൻ രോഗിയായി തീർന്നുകൊണ്ടിരിക്കുന്നു. 1/2 ഏക്കർ മണ്ണിൽ അപ്പൻ നടത്തുന്ന അധ്വാനം തനിക്കൊരു താങ്ങായിരുന്നു. കപ്പയും കാച്ചിലും ചേമ്പും പാവലും തക്കാളിയും പയറുമൊക്കെ കൃഷി ചെയ്ത് ചെറിയൊരു വരുമാനം അപ്പനുണ്ടാക്കിയിരുന്നു. ഇനി അപ്പനെ കൊണ്ട് അധ്വാനിക്കാൻ വയ്യ. തങ്കച്ചൻ തോന്നിയപടി നടക്കുകയാണ്. റാണി നോക്കി നിൽക്കെ വളർന്നിരിക്കുന്നു. പെണ്ണ് സുന്ദരിയായിരിക്കുന്നു. അതാണ് പേടിയും. അവളെ വലവീശാൻ പലരും ശ്രമിക്കും. അവളുടെ കിളന്ന മനസ്സ് പ്രലോഭനങ്ങളാൽ ഭ്രമിച്ചു പോയാൽ നശിച്ചു. അവളെ കെട്ടിച്ചയക്കണം. സുബിനെയും ബെന്നിയെയും പഠിപ്പിക്കണം. തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും തീരുകയില്ല. ഒരിക്കലും. എല്ലാ ഉത്തരവാദിത്തങ്ങളും തീർത്ത് സ്വസ്ഥമാക്കിയ ശേഷം തൻ്റേതായ ഒരു ജീവിതം ആരംഭിക്കാൻ തനിക്ക് എന്ന് കഴിയും? ഒരിക്കലും കഴിഞ്ഞെന്ന് വരില്ല. ജോണിച്ചൻ ഏറെക്കുറെ പിണങ്ങിയ മട്ടാണ്. പിണക്കത്തിന് ഏറെ ആയുസ്സുണ്ടാവില്ലെന്നറിയാം. എന്നാലും ഇന്നലെ തന്നെ കാണാൻ വന്നില്ല. അവന് താൻ വഴങ്ങിക്കൊടുക്കാത്തതിൻ്റെ അമർഷം. ആശുപത്രി കവലയിൽ ബസ് നിന്നു. ഡെയ്സി ബസ്സിൽ നിന്നിറങ്ങി തൻ്റെ വാടക വീട്ടിലേക്ക് പോയി. അമ്മിണി വീട്ടിലുണ്ടായിരുന്നു.
അമ്മിണിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അവൾ ഡെയ്സിയോട് വീട്ടുവിശേഷങ്ങളൊക്കെ ചോദിച്ചു. വൈകിട്ട് ഷീല വന്നു. ഡെയ്സിയുടെ യാത്രയൊക്കെ സുഖമായിരുന്നോ? ഷീല ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. ഓ. ഡെയ്സി ഒരലക്ഷ്യ ശബ്ദം പുറപ്പെടുവിച്ചു. പോയ അന്ന് തന്നെ വീട്ടിലെത്തിയോ? ആ കള്ളനോട്ടവും ചിരിയും. ഇന്ന് തന്നെ അങ്ങെത്തുമോ എന്ന് അന്ന് അവൾ ചോദിച്ചതിൻ്റെ പൊരുൾ ഇപ്പോഴാണ് ഡെയ്സിക്ക് മനസ്സിലായത്. ഷീല എന്താ അങ്ങനെ ചോദിക്കാൻ? വെറുതെ. വല്ല ഹോട്ടലിലും രാത്രി തങ്ങിയിട്ട് പിറ്റേ ദിവസമാണോ പോയതെന്നറിയാൻ ചോദിച്ചതാ. മുറിയെടുത്ത് തങ്ങിയെങ്കിലോ? ഡെയ്സി ചോദിച്ചു. അങ്ങനെയാ വേണ്ടത്. കുടുംബത്തിൻ്റെ കറവ പശുക്കളല്ലേ നമ്മളൊക്കെ. ഇടയ്ക്ക് നമുക്കും ഒരു നേരം പോക്കൊക്കെ വേണ്ടേ? ഡെയ്സി അവളെ തറച്ചു നോക്കി. എന്നോട് ദേഷ്യപ്പെടല്ലേ. ഞാനൊന്നും ചോദിച്ചുമില്ല, പറഞ്ഞുമില്ല. ആ സംഭാഷണം തൽക്കാലം ഒതുങ്ങി. അടുത്ത ദിവസം രാവിലെ ഡെയ്സി ജോലിക്ക് പോയി. മോളിയെയും വിലാസിനെയും വിശ്വനാഥനെയും ഒക്കെ കണ്ടു. ഡെയ്സി വീട്ടിൽ പോയതാണെന്ന് കേട്ടു. ഡോക്ടർ വിശ്വനാഥൻ ചോദിച്ചു. അതെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. ഗുഡ്. മോളി അവളെ കണ്ട് ഹൃദ്യമായി ചിരിച്ചു. കണ്ടിട്ട് 2 ദിവസമായല്ലോ ചേച്ചി. വീട്ടിൽ പോയിരുന്നു. നിനക്ക് എന്തുണ്ട് വിശേഷങ്ങൾ? ഒന്നുമില്ല. ഡോക്ടർ വിശ്വനാഥൻ. പിന്നെ ശല്യമൊന്നുമില്ല. നിന്റെ പേടിയൊക്കെ മാറിയോ? മാറി വരുന്നു. പ്രധാന ഡോക്ടറായ പ്രൊഫസർ രവീന്ദ്രൻ വാർഡിൽ റൗണ്ട്സിനെത്തി. അയാൾക്ക് ഡെയ്സിയെ വലിയ വാത്സല്യമാണ്. മിക്കപ്പോഴും ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാറുമുണ്ട്. ഇന്ന് ഡെയ്സിയെ കണ്ട് അയാൾ പുത്രി നിർവിശേഷമായ വാത്സല്യത്തോടെ അവളുടെ തോളിൽ തട്ടി. എന്തുണ്ട് മോളെ വാർത്തകൾ? നല്ല വാർത്തകൾ ഡോക്ടർ. നീ വീട്ടിൽ പോയിരുന്നോ? ഉവ്. എന്താ വിശേഷം? പെണ്ണ് കാണാൻ ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല ഡോക്ടർ. ഡെയ്സി ലജ്ജയോടെ ചിരിച്ചു. ഇതുവരെ കല്യാണമൊന്നും ആയില്ലേ? വീട്ടുകാരോട് പറ കെട്ടിച്ചു വിടാൻ. നല്ല പ്രായത്തിലല്ലേ കല്യാണം കഴിക്കേണ്ടത്. ഇനിയെങ്കിലും ജീവിതം തുടങ്ങിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ? മൂത്ത് നരയ്ക്കുമ്പോഴോ? എല്ലാവർക്കും ഒരുപോലെയല്ലല്ലോ തലയിലെഴുത്ത്. വീട്ടുകാരോട് നേരിട്ട് പറയാൻ മടിയാണോ? എങ്കിൽ മറ്റൊരു വഴിയുണ്ട്. ഒരു ഗ്രാമീണ ഫലിതം കേട്ടിട്ടില്ലേ? കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ കിടക്കപ്പായ് നെടുകയും മടക്കിയിട്ട് ഉറങ്ങാൻ കിടന്ന ബിരുദന്റെ കഥ. നീ എന്താടാ പായ് 2 മടക്കിയിട്ട് കിടക്കുന്നതെന്ന് അപ്പനും അമ്മയും ചോദിച്ചപ്പോൾ ബിരുദൻ പറഞ്ഞത്രേ, എനിക്കൊറ്റയ്ക്ക് കിടക്കാൻ ഒരു പായുടെ പകുതി മതിയെന്ന്. ഒട്ടും വൈകാതെ അവർ ഒരു പെണ്ണിനെ തേടിപ്പിടിച്ച് അവൻ്റെ സംബന്ധം ചെയ്ത് കൊടുത്തു. ഇതാണ് കഥയുടെ പര്യവസാനം. ഞാനും വീട്ടിൽ ചെന്ന് പായ് മടക്കിയിട്ട് കിടക്കണമെന്നാണോ? ഡെയ്സി കുലുങ്ങി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും വിദ്യ കണ്ടുപിടിക്കേ. വീട്ടുകാർ കണ്ണു തുറക്കട്ടെ. ഡോക്ടർ രവീന്ദ്രൻ ചിരിച്ചുകൊണ്ട് നടന്നകന്നു. രോഗികൾക്കെല്ലാം ഡോക്ടർ രവീന്ദ്രനെ ഇഷ്ടമാണ്. കാരണം അയാൾ കാരുണ്യത്തോടെ രോഗിയോട് പെരുമാറാറുള്ളൂ. അവർക്കർഹമായ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ ബദ്ധശ്രദ്ധനാണ് അദ്ദേഹം. ഉച്ച കഴിഞ്ഞ് ഡോക്ടറുടെ വീട്ടിൽ ചെന്നാൽ രോഗികളുടെ ഒരു നീണ്ട നിരയുണ്ടാകും. ആരോടും അധികം ഫീസ് വാങ്ങാറില്ല. പാവപ്പെട്ടവരോട് പണം വാങ്ങുകയേയില്ല. എന്നു മാത്രമല്ല, വില കൂടിയ മരുന്നുകൾ വാങ്ങാൻ പണമില്ലാതെ വിഷമിക്കുന്ന പാവങ്ങളെ കൈയയച്ച് സഹായിക്കുകയും ചെയ്യും. അതിനാൽ ഡോക്ടർക്ക് നല്ല പ്രൈവറ്റ് പ്രാക്ടീസാണ്. ഡോക്ടർ വിശ്വനാഥൻ വാർഡിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയ ശേഷം മോളിയുടെ അടുത്ത് വന്നു. നിനക്ക് ഉച്ച കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വരാമോ? മോളി പരിങ്ങി. ശരി, വേണ്ട. നിനക്ക് ഇന്ന് ബീച്ചിൽ വരാമോ? അവിടെയാകുമ്പോൾ നിനക്കൊന്നും പേടിക്കാനില്ലല്ലോ. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, അത്രയേയുള്ളൂ. ഡോക്ടർ, ഞാനൊരു പാവമാണ്. അതെനിക്കറിയരുതോ? നിന്നെ ഒന്നും ചെയ്യാനല്ല. നിന്റെ അനുവാദമില്ലാതെ നിന്റെ ശരീരത്തെ ഞാൻ തൊടുകയില്ല. ബീച്ചിലൊന്ന് വന്നാൽ മതി. മോളി മനസ്സില്ലാ മനസ്സോടെ തലയാട്ടി. അധ്യായം 9. ബീച്ചിൽ തിരക്ക് കുറവായിരുന്നു. അവിടെ തിരമാലകളോട് കളിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരും കുട്ടികളും. ചിലർ തിരമാലയിലേക്ക് ചെരുപ്പെറിഞ്ഞ് കളിക്കുന്നു, ചിലർ പന്തെറിഞ്ഞ് കളിക്കുന്നു. കുറേ അകലെ തുറയിൽ മണലിലേക്ക് കയറ്റിവെച്ച പാളത്തടികളും വള്ളങ്ങളും നിരനിരയായി കിടക്കുന്നത് കാണാം. എഞ്ചിൻ ഘടിപ്പിച്ച 2 വള്ളങ്ങൾ പുറംകടലിലേക്ക് പാഞ്ഞു പോകുന്നത് കണ്ടു. ഒരു പായ് വഞ്ചി കരയോട് അടുത്ത് വരുന്നുണ്ട്. കുറേ മുക്കുവ പിള്ളേർ കടലിൽ ചാടി കളിക്കുന്നു. മോളി ബീച്ചിലൂടെ കടൽക്കാറ്റേറ്റ് നടന്നു. ഡോക്ടർ ഇനിയും വന്നിട്ടില്ല. വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബീച്ചിലേക്കായതുകൊണ്ടാണ് താനും പോന്നത്. ഇവിടെ വച്ച് അയാൾക്ക് തന്നെ ഒന്നും ചെയ്യാനാവില്ലല്ലോ. കൂടി വന്നാൽ കുറേ പ്രലോഭനങ്ങൾ നൽകിയേക്കും, അത്ര തന്നെ.
താൻ അതിൽ വീഴാതിരുന്നാൽ മതി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിശ്വനാഥൻ്റെ കാർ ബീച്ചിലേക്ക് വരുന്നത് കണ്ടു. അയാൾ ബീച്ചിലേക്ക് ഇറങ്ങി കാർ നിർത്തി. കാറിൽ നിന്നിറങ്ങി മോളി നിൽക്കുന്നിടത്തേക്ക് വന്നു. മോളി വന്നിട്ട് കുറേ നേരമായോ? അരമണിക്കൂറായി കാണും. ഞാനല്പം താമസിച്ചു. സാരമില്ല, വാ. എങ്ങോട്ട്? നീ വാ പെണ്ണേ. അയാൾ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. അവൾ കൈ വലിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. കൈ കോർത്ത് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അവർ ബീച്ചിൻ്റെ ഒരൊഴിഞ്ഞ കോണിലേക്ക് നടന്നു. കടലാക്രമണം തടയാൻ പടുകൂറ്റൻ കരിങ്കല്ലുകൾ കൂട്ടിയിട്ട ഭാഗത്തേക്ക് അയാൾ അവളെ കൂട്ടിക്കൊണ്ടുപോയി. ആ ഭാഗം ഏറെക്കുറെ വിജനമായിരുന്നു. അവരുടെ കാലുകളിൽ തിര വന്ന് അടിച്ചുകൊണ്ടിരുന്നു. ഒരു വലിയ തിര വന്നപ്പോൾ വിശ്വനാഥൻ അവളുടെ അരയ്ക്ക് കൈ ചുറ്റി ചേർത്ത് പിടിച്ചു. പേടിക്കേണ്ട, ഞാനില്ലേ കൂടെ, അയാൾ പറഞ്ഞു. തിര പിൻവലിയുമ്പോൾ കാലിനടിയിലെ മണൽ ചോർന്നു വീഴുമെന്ന് അവൾ ഭയപ്പെട്ടു. തിരയേറ്റ് അവളുടെ അരയ്ക്ക് കീഴ്പോട്ട് നനഞ്ഞിരുന്നു. അവളുടെ കൊഴുത്ത കാലുകളിൽ നനഞ്ഞ സാരി ഒട്ടിപ്പിടിച്ചു കിടന്നു. നീ കടലിൽ കുളിച്ചിട്ടുണ്ടോ? ഇല്ല. കുളിക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. കടലിലെ കുളി വലിയ രസമാണ്. നമുക്കൊരിക്കൽ കോവളത്ത് പോകണം. അവിടെ കടലിൽ നീന്തി കുളിക്കണം. നീന്തൽ വേഷത്തിൽ നിന്നെ കാണാൻ ഭംഗിയായിരിക്കും. അയാൾ അവളെയും കൂട്ടി നല്ല പരപ്പുള്ള ഒരു കരിങ്കലിൽ കയറിയിരുന്നു. അവളുടെ കൈയെടുത്ത് അയാൾ മടിയിൽ വെച്ചു. വിരലുകളിലെ ഞൊട്ടകൾ വിടുവിച്ചു. പിന്നെ കൈവെള്ളയിലും കൈത്തണ്ടയിലും ചുണ്ടിരുമി. നിനക്ക് എന്നോടുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ലേ? എനിക്കാരോടും ദേഷ്യമില്ല. പിന്നെ നീ എന്താ ഞാൻ തൊടുമ്പോഴൊക്കെ വല്ലാതെ? ഡോക്ടർ, ഞാനൊരു പാവമാ. എൻ്റെ ജീവിതം നശിപ്പിക്കരുത്. ആ, അത് പറയാനാണ് നിന്നെ വിളിപ്പിച്ചത്. നിനക്കെന്താ വേണ്ടത്? അതെന്നോട് പറയുക. എന്തായാലും ഞാൻ തരും. എനിക്കൊന്നും വേണ്ട. പെണ്ണേ, ശ്രദ്ധിച്ചു കേട്ടോ. എൻ്റെ ഇഷ്ടത്തിനൊത്ത് നിന്നാൽ ഞാൻ ഈ ടൗണിൽ തന്നെ നിനക്കൊരു വീട് വെച്ച് തരാം. ഒരു രണ്ടാം ഭാര്യയുടെ സർവ്വ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും തരാം. നിനക്ക് കുട്ടികളെ വേണമെങ്കിൽ പ്രസവിച്ച് വളർത്താം. എൻ്റെ സ്നേഹവും സംരക്ഷണവും എന്നും നിനക്ക് നിൻ്റെ കുട്ടികൾക്കും ഉണ്ടായിരിക്കുകയും ചെയ്യും. നീ വേറൊരു പുരുഷനെ കല്യാണം കഴിച്ചാലും ഇതിൽ കൂടുതലൊന്നും നിനക്ക് കിട്ടാനും പോകുന്നില്ല. എന്നു മാത്രമല്ല, ഞാൻ തരുന്നതത്രയും ജീവിത സൗകര്യങ്ങളും സ്വാതന്ത്ര്യവും വേറൊരുത്തൻ തന്നൊന്നും വരില്ല. കാശങ്ങോട്ട് കൊടുക്കേണ്ടേ? 10,000 കണക്കിന്. നിന്നെ വല്ലവരും കെട്ടിക്കൊണ്ട് പോകണമെങ്കിൽ. മോളിയൊന്നും മിണ്ടാതെ തീരത്തേക്ക് ആഞ്ഞടിക്കുന്ന തിരകളെ നോക്കിയിരുന്നു. അത് ദുർബലമായ മണൽ ഭിത്തികളെ തകർക്കാൻ ശ്രമിക്കുകയാണ്. മണൽ പരപ്പുകൾ കൈയേറാൻ ശ്രമിക്കുകയാണ്. നീ നല്ലപോലെ ആലോചിച്ച് മറുപടി തന്നാൽ മതി. ചക്രവാളത്തിൽ സൂര്യൻ വലിയൊരു ചെന്തിയ കനലായി താണുവന്നു. നനമുള്ള കടൽക്കാറ്റ് ആഞ്ഞു വീശി. കാക്കകൾ ചേക്കേറാൻ പറന്നകന്നു. ആകാശത്ത് ഒരു കഴുകൻ വട്ടമിട്ട് പറന്നുകൊണ്ടിരുന്നു. അന്തി മയങ്ങുകയാണ്. ബീച്ചിൽ നിന്നും ആളൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. അവിടവിടെ 1-2 പേർ മാത്രം. വിശ്വനാഥനും മോളിയും ഇരിക്കുന്നിടം ആർക്കും കാണാൻ വയ്യ. എന്തു പറയുന്നു മോളി? ഡോക്ടർ ചോദിച്ചു. വെപ്പാട്ടിയുടെ ജീവിതമാണോ, ഒരു ഭാര്യയുടെ അന്തസ്സാണോ ഒരു സ്ത്രീ ഇഷ്ടപ്പെടുക? മോളി ഒരു മറുചോദ്യം ഉന്നയിച്ചു. നിന്നെ വെപ്പാട്ടിയാക്കാനല്ല, എൻ്റെ ഭാര്യയാക്കാനാണ്. രണ്ടാം ഭാര്യ. വേറെ ഏത് പുരുഷൻ്റെ ഭാര്യയാകുന്നതിനേക്കാൾ അന്തസ്സോടെ നിനക്ക് ജീവിക്കാം. എനിക്കൊന്നുകൂടി ആലോചിക്കണം. കടലിൽ താണുകൊണ്ടിരുന്ന സൂര്യനെ നോക്കി അവൾ പറഞ്ഞു. മതി, ആലോചിച്ചു മതി. എന്നാൽ പോകാം. ശരി, നീ ആകെ നനഞ്ഞല്ലോ. സാരി അഴിച്ച് പിഴിഞ്ഞുടുക്ക്. വേണ്ട, നാണിക്കാനൊന്നുമില്ല. ഇവിടെ ആരും കാണാനില്ല. അയാൾ തന്നെ അവളുടെ സാരി കുത്തഴിച്ചു. മോളി നാണിച്ച് ചൂളിപ്പോയി. സാരി അഴിച്ചെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് വിശ്വനാഥൻ പറഞ്ഞു. നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളം കളയ്. മോളി സാരി വാങ്ങി പിഴിയാൻ തുടങ്ങി. വിശ്വനാഥൻ്റെ തുറിച്ച നോട്ടം അവളുടെ നഗ്നമായ വയറിലേക്കും പൊക്കിൾ ചുഴിയിലേക്കും നീണ്ടു. കൈവെള്ളയ്ക്കുള്ളിലാണ് അവൾ ഇപ്പോഴും. ഇതിനു മുമ്പ് പലപ്പോഴും ഇങ്ങനെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോഴെല്ലാം അവൾ വഴുതി ചാടിപ്പോയി. സുവർണ അവസരം നഷ്ടപ്പെടുത്തരുത്. നെടുനാളത്തെ തൻ്റെ ദാഹത്തിന് എന്ത് വില കൊടുത്തും അറുതി വരുത്തണം. ഒരിക്കലും വഴങ്ങിക്കിട്ടിയാൽ മതി. ഇവൾ തൻ്റെ കാൽ ചുവട്ടിൽ മയങ്ങി വീണുകൊള്ളും. തന്നെ തേടി താനേ എത്തിക്കൊള്ളും. ആ പാവാട കൂടി പിഴിഞ്ഞെടുക്ക്. അതും നനഞ്ഞല്ലോ. വേണ്ട, വേണം. അയാൾ അരക്കെട്ടിൽ കൈവച്ചപ്പോൾ അവൾ തടഞ്ഞു. ഞാൻ തനിയെ ചെയ്തോളാം. അവൾ മുട്ടിനു മീതെ വരെ പാവാട ചുരുട്ടിക്കയറ്റി കുനിഞ്ഞു നിന്ന് പിഴിഞ്ഞു. ദാഹാർത്തനായ അയാൾ അവളെ ഞൊടിയിടയിൽ കെട്ടിപ്പുണർന്നു. എൻ്റെ പെണ്ണെ, നീ എന്തുമാത്രം സുന്ദരിയാണ്.
എന്തുമാത്രം നീ എന്നെ എന്തിനിങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു? ഉപ്പുകാറ്റ് വരണ്ട അവളുടെ ചുണ്ടുകളിൽ അയാൾ ആർത്തിയോടെ ചുംബിച്ചു. പണ്ട് തൻ്റെ കാമുകനിൽ നിന്നും അനുഭവിച്ച അപൂർണമായ നിർവൃതിയുടെ ഓർമ്മ അവളിൽ ഉണർന്നു. ആ നിമിഷങ്ങളിൽ അയാളുടെ ചുണ്ടുകളെയും കൈകളെയും അവൾ സ്നേഹിച്ചു. അവളറിയാതെ അവളുടെ കൈകൾ അയാളെ മുറുകെ വലയും ചെയ്തു. ആവേശത്താൽ അവൾ കിതച്ചു തുടങ്ങിയിരുന്നു. സ്ത്രീ സഹജമായ ദൗർബല്യവും വികാരോത്തേജനവും കൊണ്ട് അയാളുടെ അഭിനിവേശങ്ങൾക്ക് വഴങ്ങാൻ അവൾ സന്നദ്ധയായി കഴിഞ്ഞിരുന്നു. അവൾ അയാളുടെ ചൂടുപിടിച്ച ശരീരം വീണ്ടും വീണ്ടും തന്നിലേക്ക് പിടിച്ചടിപ്പിച്ചു. ആ കൈകൾ വിറയാർന്നു. വിശ്വനാഥൻ അവളെ പൊക്കിയെടുത്ത് ഒന്ന് വട്ടം കറക്കി. കടൽ തീരം വിജനമായിരുന്നു. വേലിയേറ്റം ആരംഭിച്ചിരുന്നു. നമുക്ക് പോകാം, സന്ധ്യയായല്ലോ. അയാൾ അവളെ താഴെ നിർത്തിയിട്ട് പറഞ്ഞു. സന്ധ്യയായിക്കോട്ടെ, മോളി കിതച്ചുകൊണ്ട് പറഞ്ഞു. ഇരുട്ടാവും, ഇന്ന് നിലാവില്ല. കാറ് കണ്ടുപിടിക്കാൻ പോലും വിഷമിക്കും. ഇരുട്ടാവട്ടെ. ആസക്തിയായി കഴിഞ്ഞിരുന്നു അവൾ. നമുക്ക് വീട്ടിലേക്ക് പോകാം, അതല്ലേ സൗകര്യം. ആരും കാണാനില്ല. ഡൺലപ്പ് മെത്തയും ഒരു രാത്രിയും നമുക്ക് സ്വന്തം. മോളി സാരി ഉടുക്കാൻ ഭാവിച്ചപ്പോൾ അയാൾ തടഞ്ഞു. വേണ്ട, സാരി ഉടുത്തില്ലെങ്കിലും ആരും കാണാനില്ല. കാറിലല്ലേ നമ്മൾ പോകുന്നത്. വീട്ടിൽ ചെന്നിട്ട് അത് ഉണങ്ങാനിടാം. അവളുടെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അയാൾ കാറിനരികിലേക്ക് നടന്നു. മുൻ സീറ്റിൽ തന്നെ അവളെ കയറ്റിയിരുത്തി. കാർ സ്റ്റാർട്ട് ചെയ്തു. മോളി അയാളോട് ചേർന്നിരുന്നു. തണുത്ത കടൽക്കാറ്റ് ആഞ്ഞു വീശി. വിശ്വനാഥൻ കാറിൻ്റെ വിൻഡ് സ്ക്രീനുകൾ ഉയർത്തി വെച്ചു. കാർ ഗേറ്റ് കടന്ന് അയാളുടെ വീട്ടിലെത്തി. വീട്ടുമുറ്റത്ത് ഒരു ജീപ്പ് കിടക്കുന്നത് അയാൾ കണ്ടു. സിറ്റൗട്ടിൽ 3-4 പേർ ഇരിപ്പുണ്ട്. 2 പേർ മുറ്റത്ത് നിൽക്കുന്നു. വിശ്വനാഥൻ പോർച്ചിലേക്ക് കാർ കയറ്റിയിട്ടു. വിസിറ്റേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അത് സാരമില്ല, എത്രയും പെട്ടെന്ന് ഞാൻ അവരെ ഒഴിവാക്കാം. അതിനിടെ പുറകിലെ വാതിൽ തുറന്നു തരാം. അപ്പോൾ നിനക്ക് അകത്ത് കയറാം. അതുവരെ ഇവിടെ തന്നെ ഇരുന്നു. മോളി തലയാട്ടി. ഡോക്ടർ കാറിൽ നിന്നിറങ്ങി. ഏതോ രോഗിയുടെ ബന്ധുക്കളാണ് കാണാൻ വന്നിരിക്കുന്നത്. രോഗിയെ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഡോക്ടർ ഉടനെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം. അതാണ് അവരുടെ ആവശ്യം. ഈ രാത്രിയിലോ? വിശ്വനാഥൻ കയർത്തു. ഇന്ന് വരാൻ പറ്റില്ല, നാളെ രാവിലെ വരാം. എൻ്റെ അമ്മയാണ് ഡോക്ടറെ, രക്ഷിക്കണേ. ഒരു ചെറുപ്പക്കാരൻ കൈകൂപ്പി കെഞ്ചി. ഇന്നൊക്കില്ലെന്ന് പറഞ്ഞില്ലേ ഡോക്ടർ? ഞങ്ങൾ വളരെ അകലേന്ന് ടാക്സി എടുത്ത് വന്നതാ. ഡോക്ടർക്ക് എന്ത് വേണമെങ്കിലും തരാം. അയാൾ ഹാൻഡ് ബാഗ് തുറന്നു. എനിക്ക് പണം ആവശ്യമില്ല. ദയവായിട്ട് നിങ്ങളിപ്പോൾ പോകണം. എനിക്ക് വരാൻ പറ്റില്ല. ഡോക്ടർ അകത്ത് കയറി വാതിലടച്ചു. അതിനുശേഷം മോളിക്ക് കടന്നു വരാൻ വേണ്ടി പിൻവാതിൽ തുറന്നു കൊടുത്തു. അടുത്ത ഭാഗം നാളെ.